Good morning dear friends. Once again welcome back to my channel. ഇന്നത്തെ വീഡിയോയിലൂടെ നാം പഠിക്കുവാൻ പോകുന്നത് +2 അക്കൗണ്ടൻസിയിലെ നാലാമത്തെ ചാപ്റ്ററായ റിട്ടയർമെന്റ് ഓഫ് എ പാർട്ണർ എന്ന ചാപ്റ്ററിലെ കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് ഗെയിനിങ് റേഷ്യോ എന്ന ഭാഗമാണ്. ഒരു സ്ഥാപനത്തിൽ നിന്നും നിലവിലുള്ള പാർട്ട്ണർമാരിൽ ആരെങ്കിലും റിട്ടയർ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകാവുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഉണ്ടാകുന്ന മാറ്റം, പുതിയ റേഷ്യോയുടെ കണ്ടെത്തൽ, അതുമൂലം റിട്ടയർ ചെയ്യുന്നത് മൂലം നിലവിലുള്ള പാർട്ട്നേഴ്സിനുണ്ടാകാവുന്ന നേട്ടത്തിൻ്റെ റേഷ്യോ എന്നിവയാണ് നാം ഇവിടെ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുന്നത്. ഇതിൻ്റെ വ്യത്യസ്തമായ രീതികളും വ്യത്യസ്തമായ കേസുകളും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടെത്തുന്നത്. നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ശ്രദ്ധിക്കുമല്ലോ. പൊതുപരീക്ഷയുടെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഈ പാഠഭാഗം നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഇത് കണ്ട് മനസ്സിലാക്കി ചെയ്തു പഠിക്കുവാനായി പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. പാഠഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ചാപ്റ്റർ 4 റിട്ടയർമെന്റ് ഓഫ് എ പാർട്ണർ. ഒരു സ്ഥാപനത്തിൽ നിന്നും, ഒരു പാർട്ണർഷിപ്പ് സ്ഥാപനത്തിൽ നിന്നും ഒരു പാർട്ണർ റിട്ടയർ ചെയ്യുന്ന അവയുടെ പ്രൊസീജിയറും കാര്യങ്ങളുമാണ്, അവയുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ് ആണ് ഈ നാലാമത്തെ ചാപ്റ്ററായ റിട്ടയർമെന്റ് ഓഫ് എ പാർട്ണർ എന്ന ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 2021 പ്രത്യേക സാഹചര്യത്തിൽ പരീക്ഷയ്ക്കായി പാഠഭാഗത്തിൻ്റെ പ്രത്യേക ക്രമീകരണം ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയുടെ കാൽക്കുലേഷനും ഗെയിനിങ് റേഷ്യോയുടെ കാൽക്കുലേഷനുമാണ്. കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ന്യൂ റേഷ്യോ കാണേണ്ടി വരുന്ന സാഹചര്യം നിലവിലുള്ള പാർട്ണർഷിപ്പ് സ്ഥാപനത്തിൽ നിന്നും ഏതെങ്കിലും ഒരു പാർട്ണർ പിരിഞ്ഞു പോവുകയാണെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പുതുതായി കാണേണ്ടിയിരിക്കുന്നു. നിലവിലുള്ള പാർട്ട്നേഴ്സിൽ ഒരാൾ പിരിഞ്ഞു പോകുമ്പോൾ ബിസിനസ്സിൽ തുടരുന്ന പാർട്ട്നേഴ്സിന് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റമുണ്ടാവും. അതാണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്നറിയപ്പെടുന്ന പുതിയ റേഷ്യോ. അത് കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നും, ഒരാൾ പാർട്ണർഷിപ്പ് സ്ഥാപനത്തിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അയാളുടെ റേഷ്യോ, അയാൾ പിരിഞ്ഞു പോകുമ്പോൾ നിലനിൽക്കുന്ന പാർട്ട്നേഴ്സിന്, തുടരുന്ന പാർട്ട്നേഴ്സിന്, കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സിന് നേട്ടങ്ങൾ ഉണ്ടാവാം. ആ നേട്ടത്തിൻ്റെ റേഷ്യോയുമാണ് ഗെയിനിങ് റേഷ്യോ എന്നറിയപ്പെടുന്നത്. ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് 3 കേസുകളാണുള്ളത്. ഒന്നാമത്തെ കേസ്, when one partner retires and the new ratio among the remaining partners is not given. ഒരു പാർട്ണർ റിട്ടയർ ചെയ്യുന്നു, അതിൻ്റെ പുതിയ പാർട്ട്നേഴ്സിനുള്ള റേഷ്യോയെ കുറിച്ച് അവിടെ ചോദ്യത്തിൽ ഒരിടത്തും സൂചനയില്ല. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് പുതിയ പാർട്ട്ണറുടെ റേഷ്യോസ്, പുതിയ പാർട്ട്നേഴ്സിന്റെ റേഷ്യോ കാണുന്നത്? നിലവിലുള്ള പാർട്ട്ണറിൽ ഒരാൾ റിട്ടയർ ചെയ്യുന്നു, നിലവിലുള്ള പാർട്ട്നേഴ്സിൽ നിന്ന് ഒരാൾ റിട്ടയർ ചെയ്യുമ്പോൾ പുതിയ പാർട്ട്ണർമാരുടെ റേഷ്യോ, അതായത് ബിസിനസ്സിൽ തുടരുന്ന പാർട്ട്ണർമാരുടെ റേഷ്യോയെ കുറിച്ച് യാതൊരു സൂചനയും തരുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ്, when the remaining partners take profit share of the retiring partners in an agreed ratio. ബിസിനസ്സിൽ തുടരുന്ന പാർട്ട്നേഴ്സ്, പിരിഞ്ഞു പോകുന്ന ആൾ ഒഴികെയുള്ള പാർട്ട്നേഴ്സ്, പിരിഞ്ഞു പോകുന്ന ആളുടെ പോർഷൻ, പിരിഞ്ഞു പോകുന്ന ആളുടെ പ്രോഫിറ്റ് ഷെയറിംഗ് പോർഷൻ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഒരു എഗ്രീഡ് റേഷ്യോ അനുസരിച്ച് ഷെയർ ചെയ്യുന്നതാണ് രണ്ടാമത്തെ കേസ്. പിരിഞ്ഞു പോകുന്നയാളുടെ പ്രോഫിറ്റ് ഷെയറിംഗ് പോർഷൻ നിലവിലുള്ള പാർട്ട്നേഴ്സ് ക്വസ്റ്റ്യനിൽ എഗ്രി ചെയ്തിരിക്കുന്ന, ഓൾറെഡി പറഞ്ഞിരിക്കുന്ന ഒരു റേഷ്യോ അനുസരിച്ച് ഷെയർ ചെയ്യുന്നതാണ് രണ്ടാമത്തെ കേസ്. മൂന്നാമത്തെ കേസ്, when retiring partners share is taken by the remaining partners in a specific ratio.
റിട്ടയർ ചെയ്യുന്ന ആളുടെ പോർഷൻ, ബിസിനസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സ് ഒരു സ്പെസിഫിക് റേഷ്യോ അനുസരിച്ച്, അതിനകത്ത് രണ്ടുപേരുടെയും റേഷ്യോ വ്യക്തമായി പറയണമെന്നില്ല, കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സിൽ ഒരാളുടെ പോർഷനെ കുറിച്ച് പറയും, മറ്റേ ആളുടെ പോർഷനെ കുറിച്ച് ബാലൻസ് എന്ന് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നാണ് ഈ 3 കേസിലും പറയുന്നത്. നമുക്ക് ഒന്നാമത്തെ കേസിലേക്ക് വിശദമായിട്ട് കിടക്കാം. കേസ് 1. When one partner retires and the new ratio among the retiring partners is not given. ഒരു പാർട്ണർഷിപ്പ് സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു പാർട്ണർ റിട്ടയർ ചെയ്യുകയും പുതിയ പാർട്ണറുടെ റേഷ്യോയെ കുറിച്ച് ക്വസ്റ്റ്യനിൽ യാതൊരു സൂചനയും നൽകാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഒന്നാമത്തെ സാഹചര്യം. അതിലെങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. പ്രോബ്ലം 1. Madhu, Neha and Tina are partners sharing profits in the ratio 5:3:2. Madhu retires from the firm. Calculate new profit sharing ratio and gaining ratio. മധുവും നേഹയും ടീനയും ചേർന്ന് ഒരു പാർട്ണർഷിപ്പ് സ്ഥാപനം നടത്തുകയാണ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 5:3:2 എന്ന അനുപാതമാണ്. മധു ആണ് ഈ സ്ഥാപനത്തിൽ നിന്നും റിട്ടയർ ചെയ്യുന്നത് എങ്കിൽ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും കണ്ടെത്തുക. കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അവരുടെ ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് മധു ഈസ് നേഹ ഈസ് ടീന ഈസ് ഈക്വൽ ടു 5:3:2 എന്നാണ്. മധു ആണ് ഫേമിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നത്. ന്യൂ റേഷ്യോ കണ്ടെത്താനായിട്ട് ന്യൂ റേഷ്യോ ഈസ് ഈക്വൽ ടു റിട്ടയർ ചെയ്യുന്ന മധുവിന്റെ പോർഷൻ, മധുവിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് പോർഷൻ എന്ന് പറഞ്ഞാൽ 5 ആണ്. മധു ഒന്നാമത്തെ ആളാണ്, അതുകൊണ്ട് ഇവിടുത്തെ ഒന്നാമത്തെ പോർഷൻ 5 ആണ്. അപ്പോൾ മധുവിന്റെ പോർഷൻ ഈ ക്വസ്റ്റ്യനിൽ നിന്നും എടുത്തു മാറ്റുന്നു. ഇവിടുന്ന് 5 കളയുന്നു, ഇവിടുന്ന് മധുവിനെയും മാറ്റുന്നു. മിച്ചം വരുന്നത് നേഹ ആൻഡ് ടീന, അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് പോർഷൻ 3:2. അങ്ങനെ ന്യൂ റേഷ്യോ കിട്ടുന്നു. നേഹ ഈസ് ടു ടീന ഈസ് ഈക്വൽ ടു 3:2. അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. കാൽക്കുലേഷൻ ഓഫ് ഗെയിനിങ് റേഷ്യോ. ഗെയിനിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. ഗെയിനിങ് റേഷ്യോ കണ്ടെത്താനുള്ള ഇക്വേഷൻ ന്യൂ റേഷ്യോ, പുതിയ റേഷ്യോയിൽ നിന്ന് പഴയ റേഷ്യോ മൈനസ് ചെയ്താൽ മതി ഓരോ പാർട്ട്ണറുടെയും. നേഹയുടെ പുതിയ റേഷ്യോ 3/5 ആണ്. നേഹയുടെ പഴയ റേഷ്യോ 3/10 ആണ്. അപ്പോൾ 3/5 നിന്നും 3/10 മൈനസ് ചെയ്യണം. ഡിനോമിനേറ്റർ വ്യത്യാസമായതുകൊണ്ട്, ഛേദം വ്യത്യാസമായതുകൊണ്ട് ആദ്യം ഛേദത്തെ ഒരുപോലാക്കണം. അപ്പോൾ ഈ ഛേദത്തെ 5നെ 10 മാറ്റുകയാണെങ്കിൽ കൂടുതൽ സൗകര്യപ്രദമായിരുന്നു. 5നെ 10 ആക്കണമെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ 2 കൊണ്ട് തന്നെ അതിൻ്റെ അംശത്തെയും മൾട്ടിപ്ലൈ ചെയ്യണം, ന്യൂമറേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പം 5നെ 10 ആക്കുമ്പോൾ 5 × 2 10. അതേ സംഖ്യ ഉപയോഗിച്ച് 3നെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 2 × 3 6. അപ്പോൾ ഇതിന് ഛേദം മാറി. ഇത് രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ ഒരുപോലെ ആയതുകൊണ്ട് ഇനിയും നമ്മൾക്ക് മൈനസ് ചെയ്യാൻ എളുപ്പമാണ്. ഡിനോമിനേറ്റർ ഒരുപോലെ ആണെങ്കിൽ ന്യൂമറേറ്ററുകൾ തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ മതിയാവും. ഡിനോമിനേറ്റർ അത് തന്നെ എഴുതാം. 6ൽ നിന്ന് 3 മൈനസ് ചെയ്തു 3. 10 അതുപോലെ തന്നെ എടുത്തെഴുതുന്നു. അടുത്ത ടീനയുടെ 2/5 ആണ് ന്യൂ റേഷ്യോ. ഓൾഡ് റേഷ്യോ 2/10 ആണ്. ഡിനോമിനേറ്റർ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് ആദ്യം ഡിനോമിനേറ്റർ ഒരുപോലെ ആക്കുന്നു. ഡിനോമിനേറ്റർ ഒരുപോലെ ആക്കാൻ 2/5നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 10 ആക്കണം, അതുകൊണ്ട് 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 ആകും. അതുകൊണ്ട് 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 4 ആയി. 4/10 മൈനസ് 2/10 is equal to 2/10. ഗെയിനിങ് റേഷ്യോ 3:2 എന്നുള്ളതാണ്. ഗെയിനിങ് റേഷ്യോ 3:2. ഗെയിനിങ് റേഷ്യോ ഓഫ് നേഹ ആൻഡ് ടീന 3:2. നമുക്ക് അടുത്ത കേസ് 2ലേക്ക് ശ്രദ്ധിക്കാം. കേസ് 2. When the remaining partners take profit share of the retiring partners in an agreed ratio. കണ്ടിന്യൂ ചെയ്യുന്ന റിമൈനിങ് ബിസിനസ്സിൽ തുടർന്നുള്ള കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സ് റിട്ടയർ ചെയ്യുന്ന ആളുടെ പോർഷൻ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഒരു എഗ്രീഡ് റേഷ്യോ പ്രകാരം ഷെയർ ചെയ്യുന്നു. കൂടുതൽ വിശദീകരണത്തിനായി ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. പ്രോബ്ലം നമ്പർ 2. A, B and C. A, B and C are partners sharing profits and losses in the ratio 5:3:2. B retires. B ആണ് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത്.
his profit share is taken by A and C in the ratio of 2:1. Calculate new profit sharing ratio and gaining ratio. A, B and C are partners. എയും ബിയും സിയും പാർട്ട്നേഴ്സ് ആണ്. അവരുടെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന റേഷ്യോ 5:3:2 ആണ്. ബി ആണ് റിട്ടയർ ചെയ്യുന്നത്. അവരുടെ ബിയുടെ ഷെയർ കണ്ടിന്യൂ ചെയ്യുന്ന എയും സിയും കൂടെ എഗ്രീഡ് റേഷ്യോയായ 2:1 എന്ന റേഷ്യോയിൽ ഷെയർ ചെയ്യുന്നു എങ്കിൽ ന്യൂ റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും കണ്ടെത്തുക. കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഓൾഡ് റേഷ്യോ A:B:C is equal to 5:3:2. A:B:C is equal to 5:3:2. ബി റിട്ടയേഴ്സ്. ബി പിരിഞ്ഞു പോവുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഹിസ് പ്രോഫിറ്റ് ഷെയർ ഈസ് ടേക്കൺ ബൈ എ ആൻഡ് സി. എയും സിയും കൂടെ എടുക്കും. ഇൻ ദ എഗ്രീഡ് റേഷ്യോ 2:1, 2:1 എന്ന അനുപാതത്തിൽ. ബിയുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 3/10. 5 + 3 + 2 10. 10ൽ 3 എന്ന് പറയുന്നതാണ് ബിയുടെ ഷെയർ 3/10. അപ്പോൾ 3/10നെ ഈ എഗ്രീഡ് റേഷ്യോ പ്രകാരം എയും സിയും ഷെയർ ചെയ്യുന്നു. പ്രോഫിറ്റ് ഷെയർ ടേക്കൺ ബൈ എ. എ എടുക്കുന്ന പോർഷൻ, അതായത് ഈ 3/10ന്റെ 2/3. 3/10 × 2/3 2/10 എന്ന് കിട്ടും. സിയുടെ പോർഷൻ പ്രോഫിറ്റ് ഷെയർ ടേക്കൺ ബൈ സി, അതായത് ബിയുടെ 3/10 × 1/3 1/10 എന്ന് കിട്ടും. ഇനി ന്യൂ റേഷ്യോ കാണാം. ന്യൂ റേഷ്യോ ഈസ് ഈക്വൽ ടു എയ്സ് ന്യൂ റേഷ്യോ എത്ര വരുന്നത് 5/10. 5/10 എയുടെ പഴയ റേഷ്യോടൊപ്പം സിയുടെ ഷെയർ എടുത്ത ഷെയറൂടെ ആഡ് ചെയ്യണം. എയുടെ പഴയ റേഷ്യോടൊപ്പം സിയുടെ എടുത്ത ഷെയറൂടെ ആഡ് ചെയ്യണം. എയുടെ പഴയ റേഷ്യോ 5/10 ആണ്. സിയുടെ കയ്യിൽ നിന്നും എ എടുത്തിരിക്കുന്ന പോർഷൻ, കിട്ടിയ പോർഷൻ 2/10 ആണ്. അപ്പോൾ 7/10 എന്ന് കിട്ടും. ഡിനോമിനേറ്റർ ഒരുപോലെ ആയതുകൊണ്ട് ന്യൂമറേറ്ററുകൾ തമ്മിൽ ആഡ് ചെയ്യുക. ഡിനോമിനേറ്റർ അത് തന്നെ എടുത്ത് എഴുതുക. സിയുടെ പുതിയ റേഷ്യോ പഴയ റേഷ്യോ 2/10ന്റെ കൂടെ ബിയുടെ കയ്യിൽ നിന്നും എടുത്ത പോർഷനൂടെ ആഡ് ചെയ്യുന്നു 1/10. ടോട്ടൽ ചെയ്യുമ്പോൾ 3/10. അപ്പോൾ 7/10 = 3/10. തന്നെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ A:C is equal to 7:3 എന്ന് കിട്ടും. 7:3. നമുക്ക് ഗെയിനിങ് റേഷ്യോയിലേക്ക് പോകാം. കാൽക്കുലേഷൻ ഓഫ് ഗെയിനിങ് റേഷ്യോ. ഗെയിനിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. ഗെയിനിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. എയുടെ ന്യൂ റേഷ്യോ 7/10 ആണ്. ഓൾഡ് റേഷ്യോ 5/10 ആണ്. ഡിനോമിനേറ്റർ ഒരുപോലെ ആയതുകൊണ്ട് ന്യൂമറേറ്ററുകൾ തമ്മിലുള്ള വ്യത്യാസം എടുക്കുന്നു 2/10. ഡിനോമിനേറ്റർ അത് തന്നെ എടുത്തെഴുതുന്നു. സിയുടേത് 3/10 ആണ് ന്യൂ റേഷ്യോ. ഓൾഡ് റേഷ്യോ 2/10 ആണ്. ഡിനോമിനേറ്റർ ഒരുപോലെ ആയതുകൊണ്ട് ന്യൂമറേറ്ററുകൾ തമ്മിലുള്ള വ്യത്യാസം 1. ഡിനോമിനേറ്റർ അത് തന്നെ എടുത്തെഴുതുന്നു. അപ്പോൾ 3/10 - 2/10 is equal to 1/10. ഗെയിനിങ് റേഷ്യോ A:C is equal to 2:1. ഗെയിനിങ് റേഷ്യോ A:C is equal to 2:1. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. അടുത്ത കേസിനെ കുറിച്ച്. When retiring partners share is taken by remaining partners in a specific ratio. റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറുടെ പ്രോഫിറ്റ് ഷെയറിംഗ് പോർഷൻ കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്ണർ ഒരു സ്പെസിഫിക് റേഷ്യോയിൽ എടുക്കുകയാണ്. കൂടുതൽ നമുക്ക് വ്യക്തമായിട്ട് ചോദ്യത്തിലേക്ക് പോകാം. പ്രോബ്ലം നമ്പർ 3. തോമസ്, ജോസഫ് ആൻഡ് സെബാസ്റ്റ്യൻ ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 4:3:2. ജോസഫും തോമസും സെബാസ്റ്റ്യനും ഒരു സ്ഥാപനത്തിലെ പാർട്ട്നേഴ്സ് ആണ്. അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന റേഷ്യോ 4:3:2 ആണ്. സെബാസ്റ്റ്യൻ ആണ് ഫേമിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നത്. തോമസ് അക്വയർ ചെയ്യുന്നു 4/9 ഓഫ് സെബാസ്റ്റ്യൻസ് ഷെയർ. റിട്ടയർ ചെയ്യുന്ന സെബാസ്റ്റ്യന്റെ ഷെയറിന്റെ 4/9 പോർഷൻ, 4/9 പോർഷൻ തോമസ് എടുക്കുന്നു. എന്നിട്ട് പറയുന്നു ആൻഡ് ദ ബാലൻസ് ഈസ് അക്വയർഡ് ബൈ ജോസഫ്. അതിന്റെ ബാലൻസ് 4/9 പോയിട്ട് ബാക്കി വരുന്ന ഭാഗം ജോസഫ് എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിംഗ് റേഷ്യോ, ഗെയിനിങ് റേഷ്യോ. Calculation of new profit sharing ratio. Old ratio Thomas is to Joseph is to Sebastian is equal to 4:3:2. Sebastian retires from the firm. Thomas acquires 4/9 of Sebastian's share and the balance is acquired by Joseph.
ഇവിടെ പറഞ്ഞിരിക്കുന്ന സെബാസ്റ്റ്യൻ ആണ് ഫേമിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നത്. തോമസ് അക്യൂറി ചെയ്യുന്നു 4/9 ഓഫ് സെബാസ്റ്റ്യൻസ് ഷെയർ. അപ്പൊ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആളുടെ ഷെയർ എന്ന് പറയുന്നത് 4 3 7 9 2/9 4 + 3 + 2 ഡിവൈഡ്. അപ്പൊ ഇതിന്റെ ടോട്ടൽ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതണം. അപ്പൊ 2/9 പോർഷൻ ആണ് ശരിക്കും റിട്ടയർ ചെയ്യുന്ന സെബാസ്റ്റ്യന്റെ പോർഷൻ. അതിന്റെ 4/9 ആണ് ആരെടുക്കുന്നത്? തോമസ് എടുക്കുന്നത്. ബാക്കി വരുന്ന 4/9 പോയിട്ട് ബാക്കി വരുന്ന ഭാഗം അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. തോമസ് എടുക്കുന്ന ഭാഗം 4/9 പോർഷൻ ആണ്. അപ്പോൾ 1ൽ നിന്ന് 4/9 മൈനസ് ചെയ്യുകയാണെങ്കിൽ ബാലൻസ് പോർഷൻ കിട്ടും. അപ്പോൾ ബാലൻസ് പോർഷൻ എന്ന് പറയുന്നത് തെറ്റിപ്പോകരുത്. ബാലൻസ് പോർഷൻ 5/9 പോർഷൻ ആണ്. അതാദ്യം കണ്ടത് ബാലൻസ് പോർഷൻ 1 മൈനസ് തോമസിന്റെ പോർഷൻ 4/9 5/9 പോർഷൻ ആണ് ബാലൻസ് പോർഷൻ. ഓക്കെ, അക്വറിംഗ് പോർഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക. തോമസ് ഈ റിട്ടയർ ചെയ്യുന്ന ആളുടെ സെബാസ്റ്റ്യന്റെ 2/9 4/9 എടുക്കും. റിട്ടയർ ചെയ്യുന്ന ആളുടെ ഷെയറിന്റെ 4/9 പോർഷൻ. റിട്ടയർ ചെയ്യുന്ന ആളുടെ ഷെയർ 2/9 അതിന്റെ 4/9 എടുത്തു. അപ്പോൾ ആൻസർ 8/81. രണ്ടാമത്തെ ആളുടേത് ജോസഫിൻ്റെത് റിട്ടയർ ചെയ്യുന്ന ആളുടെ പോർഷന്റെ ബാലൻസ് പോർഷൻ 4/9 പോയിട്ട് ബാലൻസ് നമ്മൾ കണ്ടെത്തിയിരുന്നു 5/9. അപ്പൊ 2/9 5/9 കാണണം. 2/9 5/9 കാണണം. അപ്പൊ ആൻസർ കിട്ടുന്നു 10/81 എന്ന് കിട്ടും. അപ്പൊ തോമസ് അക്വയർ ചെയ്യുന്ന പോർഷൻ 8/81 ജോസഫ് അക്വയർ ചെയ്യുന്ന പോർഷൻ 10/81 ആണ്. ഇനി ന്യൂ റേഷ്യോ കാണുന്നു. തോമസിന്റെ ഓൾഡ് റേഷ്യോടൊപ്പം അക്വയർ ചെയ്യുന്ന പോർഷൻ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 4/9 + 8/81 ഡിനോമിനേറ്റർ വ്യത്യാസമായതുകൊണ്ട് ആദ്യം ഡിനോമിനേറ്ററിനെ ഒരുപോലെ ആക്കാനായിട്ട് നമ്മൾ നോക്കുന്നു. 4/9 കാരണം ഈ 9നെ 81 ആക്കണം, 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 9 കൊണ്ട് ന്യൂമറേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. 4/9 × 9/9 അപ്പൊ 4 × 9 36 9 × 9 81. അപ്പൊ ഡിനോമിനേറ്റർ ഒരുപോലായി. അപ്പോൾ നമുക്ക് ഇനി ആഡ് ചെയ്യാം. 36/81 + 8/81 ആഡ് ചെയ്യുമ്പോൾ 44 44/81. രണ്ടാമത്തെ ജോസഫിൻ്റെത് 3/9 ആണ് ഓൾഡ് റേഷ്യോ. അതിൻ്റെ കൂടെ അക്വയറി ചെയ്ത പോർഷനും കൂടെ ആഡ് ചെയ്യുന്നു. അക്വയറി ചെയ്തത് 10/81 ആണ്. രണ്ടിൻ്റെ ഡിനോമിനേറ്റർ വ്യത്യാസമാണ്. അതുകൊണ്ട് ആദ്യം ഡിനോമിനേറ്റർ ഒരുപോലെ ആക്കുന്നു. ഈ 9നെ 81 ആക്കണമെങ്കിൽ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആ 9 ഉപയോഗിച്ച് അതിൻ്റെ ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3/9 × 9/9 = 27/81. അപ്പോൾ 27/81 + 10/81 = 37/81. ന്യൂ റേഷ്യോ 44:37. 44:37 ന്യൂ റേഷ്യോ കിട്ടി. ന്യൂ റേഷ്യോ തോമസ് ഈസ് ടു ജോസഫ് = 44:37. നമുക്ക് ഗെയിനിങ് റേഷ്യോയിലേക്ക് പോകാം. കാൽക്കുലേഷൻ ഓഫ് ഗെയിനിങ് റേഷ്യോ. ഗെയിനിങ് റേഷ്യോ = ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. തോമസിൻ്റെത് 44 - 81 44/81 - 4/9. 44/81 നിന്നും ന്യൂ റേഷ്യോയിൽ നിന്നും ഓൾഡ് റേഷ്യോ മൈനസ് ചെയ്യണം. ഓൾഡ് റേഷ്യോ 4/9 ആണ്. ന്യൂ റേഷ്യോ 44/81 ആണ്. അതിൽ നിന്ന് മൈനസ് ചെയ്യാൻ ഡിനോമിനേറ്റർ വ്യത്യാസം വേണ്ട. ആദ്യം ഡിനോമിനേറ്ററിനെ ഒരുപോലെ ആക്കുന്നു. 4/9 × 9/9 36/81 36/81 ആക്കി. അതിനുശേഷം 44/81 - 36/81 = 8/81. 8/81. ജോസഫിൻ്റെത് 37 ന്യൂ റേഷ്യോ 37/81 ആണ്. -3/9 ആണ്. അപ്പോൾ 3/9നെ ഡിനോമിനേറ്റർ ഒരുപോലെ ആക്കാൻ വേണ്ടി 9/9 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 27/81 എന്ന് കിട്ടും. അപ്പോൾ 37/81 - 27/81 = 10/81. റേഷ്യോ വരുന്നത് ഗെയിനിങ് റേഷ്യോ തോമസ് ഈസ് ടു ജോസഫ് = 8/81 10/81. ദാറ്റ് ഈസ് = 8:10. ഇനി അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. 4:5 എന്ന് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റും. താങ്ക് യു. അടുത്ത വീഡിയോയിലൂടെ കൂടുതൽ ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കി ചെയ്യുവാനായിട്ട് സാധിക്കുന്നു. കൂടുതൽ വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക. താങ്ക് യു.